പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഇന്ന് എടുക്കുന്നതേ മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മാർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസൂരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി. ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്? നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും?
ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റ് അല്ലേ ഇത്. എക്സ് ഓർ വൈ, ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ചു തന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം ഇല്ലാതെ വന്നിട്ട് മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട്, മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞാൽ ഈശോനെ റെഡ്യൂസ് ചെയ്ത് കുറച്ചുമ്പോൾ ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ പിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. അതിൻ്റെ കാരണത്തിൽ ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്, കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആള്, അല്ല കരികാല ചോഴനല്ല, ചോഴൻ, പൂകാ ചക്രവർത്തി അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്. അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും. അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്. അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണത് എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തത്തോടുകൂടി ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും, എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങളുണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുകയും. എന്താ കാര്യം? ഇത് ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും.
ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയ രക്ഷയിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് വേറെ മാർഗമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഹല്ലേലൂയ. ഞാൻ അപ്പോൾ ഇത് വചന ദൈവത്തിൻ്റെ ശക്തി. അവനൊക്കെ എണീക്കാൻ വയ്യ, അവനെ എനിക്ക് പൊക്കാനും സാധിക്കില്ല. അത് പോകണം, 1 കിലോമീറ്റർ പോകണം, 10 മിനിറ്റിൽ എങ്ങനെ എത്താനാ? അവിടെ ഫ്ലൈറ്റ് വിട്ടു പോകും. ഇത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിലാകെ ബൈബിളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇത് ബോധ്യം വേണം. നമുക്ക് ആ വിശ്വാസമാണത്. വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോധ്യമുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വചനം എടുത്ത് ഞാൻ പറഞ്ഞ് ഇവൻ്റെ വിരലെടുത്ത് അതിലേക്ക് വെച്ച് ഞാനും വെച്ച് എന്നിട്ട് ഈ വചനം വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വചനം വായിച്ച് വന്ന് ദൈവമേ, നിൻ്റെ ശക്തി മനസ്സിൻ്റെ അകത്ത്, നിൻ്റെ ശക്തി ഇവൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊന്ത വെച്ച് പറയാം, അവൻ്റെ തല നേരെയായി എണിച്ച് നിന്നവൻ. എന്നിട്ട് ഞാൻ ഓടിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് അവിടെ ഫ്ലൈറ്റ് പിടിച്ചത്. ആ ഗേറ്റിലേക്ക് മാറിപ്പോയി ഞങ്ങൾ പിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ബോധ്യമുള്ളവർ, വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം അനുഭവമായിട്ട് മാറും. അല്ലാതെ വെറുതെ കടമയ്ക്ക് വെറുതെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ഈ വചനം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം എന്നോട് മാത്രമേ സംസാരിക്കണം. ഇത് മറ്റുള്ളവരോടോ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതോ ഇല്ല. ഈ വചനം എനിക്ക് വേണ്ടിയിട്ട് ദൈവം സംസാരിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവമല്ലേ ഈ നിങ്ങളാണ് വായിക്കുന്നത്, ഉറക്കെ വായിക്കണം. ആ സ്വരം നിങ്ങളുടെ ഇല്ല, അത് ദൈവത്തിൻ്റെ ആണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഉറക്കെ വായിക്കണം. അത് എൻ്റെ സ്വരമില്ല, ഞാനില്ല വായിക്കുന്ന. ഞാൻ ഇവിടെ ഇരിക്കുന്നു, പക്ഷേ അതിലിരുന്ന് വരുന്ന സ്വരം എൻ്റെ ദൈവത്തിൻ്റെ ആണ്. എന്താ? ദൈവം വചനമാണ്. ഇങ്ങനെ എനിക്ക് ദൈവത്തെ സ്പർശിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ നിങ്ങൾ വചനം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അതേപോലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് നമ്മുടെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോടത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, ഒരു കാരണവശാലും ഞാൻ ഈ മണ്ണിൽ ജീവിക്കുന്ന കാലം വരെ കുർബാന മുടക്കിപ്പിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലുവേദന വന്നാൽ, ഞാൻ പറയണത് ശ്രദ്ധിച്ചോ, ഒരു കാലുവേദന വന്നാൽ ഈശോയെ
എൻ്റെ കാലുവേദന മാറ്റിത്തരണം, എനിക്ക് കുർബാന മുടങ്ങിപ്പോയി ഈശോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അപ്പം കാലുവേദന മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ വെറുതെ കാലുവേദന മാറിയിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാനാണ്, കറങ്ങാനാണ്, ഇല്ല എന്തെങ്കിലും കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രയോജനപ്പെടുത്താൻ പറ്റണം, നിങ്ങൾക്ക് പ്രയോജനമായിരിക്കണം. എനിക്കൊരു ഭവനം വേണം ഈശോയെ, വാടക വീടാണ് എനിക്ക്, അവിടെ എനിക്ക് ഉറക്കെ നിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ഈശോയെ. നീ പറഞ്ഞു നോക്ക്. എനിക്ക് പള്ളിയുടെ അടുത്ത് ദിവസം കുർബാനയ്ക്ക് പോകണം, എനിക്കൊരു ഭവനം അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്താ പക്ഷെ ചോദിച്ചിട്ട് ഞാൻ കുർബാനയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. നീ ദിവസം കുർബാനയ്ക്ക് പോകുന്നവളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കാലത്തെ ആദ്യത്തെ 6 മണിക്ക് എന്ത് പനി അത് ദൈവം നോക്കും. അവിടെ ഇതൊന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും. എന്ത് പനിയുണ്ടെങ്കിലും, തലകറക്കമുണ്ടെങ്കിലും, ഛർദിലുണ്ടെങ്കിലും, കാലുവേദന ഉണ്ടെങ്കിലും, മുറിവുണ്ടെങ്കിലും നീ കുർബാനയ്ക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നിനക്ക് ഈശോടത്ത് ചോദിക്കാൻ സാധിക്കും, ഈശോയെ ഒന്ന് തന്നൂടെ, എനിക്ക് ഒരു നല്ലൊരു ഭവനം പള്ളിയുടെ അടുത്ത് തന്നൂടെ, എനിക്ക് ദിവസവും നിന്നെ കാണാതെ സാധിക്കില്ല. ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പത്ത് ഞാൻ പള്ളി കുർബാനയിൽ കടന്ന് മരിക്കണം, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് നീ ഉപയോഗിച്ച് നോക്ക്. ആ ആയുധം നിനക്ക് ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ നീ സാത്താൻ നിന്നെ തൊടില്ല, ആ ബ്ലേഡും വെച്ചിട്ട് നിൻ്റെ അടുത്ത് വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ചെയ്യുമ്പോഴും ഒറ്റ കാര്യം, ഇതാണ് ഏറ്റവും വലിയ ആയുധം. ദൈവം തന്നെ പറയണത്, നീ വിജയിക്കേണ്ടത്, തിന്മേനെ ജയിക്കേണ്ടത് നന്മ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തിന്മ എന്താണ്? മൂർച്ച പോയ ബ്ലേഡാണ്. നന്മ AK-47 ആണ്. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചാണ് നീ ജയിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് നീ ജയിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് ജയിക്കുക? നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അത് റോമ 12:14 ഇത് പിൻ പോയിൻ്റ്, അത് എഴുതി വെച്ചോ. നിങ്ങളുടെ വീട്ടിലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത് ഒരു സ്ഥലത്ത് എഴുതി ദിവസവും നോക്കണം. ഞാൻ തിന്മേനെ നന്മ കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് ഭർത്താവെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, തിരിച്ച് 4 വാക്ക് പിന്നെയും പറഞ്ഞ്, ഒരാൾ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അവിടെ ചീത്ത വിളിച്ച്, അതില്ല. മനുഷ്യനാണ് നമ്മൾ ചീത്ത വിളിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ബോധ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം നിൽക്കും. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ വാക്ക് വരില്ല. ഇത് ഞാൻ തിന്മ കൊണ്ട് ജയിക്കാൻ നോക്കിയാണ്, ഇല്ല. മൂർച്ചയില്ലാത്ത ബ്ലേഡിന് ഞാനും ഒരു ബ്ലേഡും വെച്ചാണ് കളിക്കണം. എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കണം, നന്മ തന്നിട്ടുണ്ട്. AK-47 ഉണ്ട്, എനിക്ക് വിജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എനിക്ക് ഇവിടെ കോയമ്പത്തൂർ ഹൗസിംഗ് പ്ലോട്ട്സാണ് ഞാൻ ചെയ്യണം. ഒരു 10-14 ഏക്കറിൽ ഈ പ്ലോട്ട് തിരിച്ചിട്ട് സെയിൽ ചെയ്യണ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഈ പ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ പ്ലോട്ട് കൊടുത്തവൻ ഒരു വീട് വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുക. ഒരു പയ്യനാണ്, അവൻ കോൾ ടാക്സിയാണ്, കുറച്ച് റൗഡീസൊക്കെ ഉള്ള. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞ് അവിടെ റോഡ് ഇടാൻ ഇവൻ സമ്മതിക്കില്ല. ഇവൻ റോഡിൽ ഒരു ടാങ്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകാൻ റോഡിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. റോഡിട്ടില്ലെങ്കിൽ എനിക്ക് അപ്പുറത്തുള്ള പ്ലോട്ട്സ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇവൻ വലിയ പ്രശ്നം. ഇവൻ്റെ അച്ഛൻ കടപ്പാറ എടുത്തിട്ട് അവനെ കുത്താമെന്ന് ആൾക്കാർ, ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച്, എൻ്റെ സൂപ്പർവൈസറും റോഡ് പണിക്കാരെല്ലാം കൂടി ഇതെടുത്ത് വെച്ച്. പ്രൈസ് ദി ലോർഡ്. വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് അവിടെ കമ്മീഷൻ ഓഫീസിൽ എല്ലാവരായിട്ടും നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് ബന്ധമുണ്ടെങ്കിലും നമ്മളെ ബന്ധം ഏറ്റവും വലിയ ബന്ധം ആരാ? ഈശോയല്ലേ. ഈശോ അടുത്ത് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ അപ്പം അത്രയും അവൻ എന്നെക്കുറിച്ചും ചീത്ത വിളിച്ച്, എന്നെ കുറേ ചീത്ത വിളിച്ച്, ഞാൻ വന്നാൽ എന്നെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. അവൻ അങ്ങനെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ആളെല്ലാം കൂട്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു നിമിഷം മനുഷ്യൻ ഇട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഇവനെ പിടിച്ച് അകത്താക്കിയൊക്കെ ഒന്ന് കമ്മീഷൻ ഓഫീസിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞ് ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ മാനേജറെ കൊണ്ടൊന്ന് കൊടുപ്പിക്കുക, അവരിപ്പോൾ എടുത്തിട്ട് റിമൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് തിന്മേനെ നന്മ കൊണ്ടല്ലേ ജയിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളും ഇതല്ലേ ചെയ്യണമെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്,
നന്മ AK-47 ആണ്. ജോസഫ് അച്ഛൻ പറഞ്ഞ നന്മ AK-47 ആണ്, മറ്റത് വരുന്നത് ഒരു പിച്ചാത്തിയാണെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്മ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവനെ ഒന്നാമത് തന്നെ അവിടെ കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ്, ഒന്ന് ദേഷ്യപ്പെടല്ലേ, ഈ പറ നിനക്ക് എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ സമാധാനമായിരിക്കും, നിനക്ക് എന്താ പ്രശ്നം? ഡിച്ച് നിൻ്റെ പോകരുതല്ലേ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പൈപ്പ് ഇട്ടാൽ പോരാ, പൈപ്പിന് കുറേ കാശാകും, അത് എനിക്കിപ്പോൾ പറ്റില്ല. ഞാൻ പറഞ്ഞു, പൈപ്പ് ഞാൻ ഇട്ട് തരാം, നീ അത് എന്നോട് പറഞ്ഞാൽ പോരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലവാക്കി ഞാൻ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ അവൻ നിന്നിട്ടാണ് ഞങ്ങളെ വർക്കൊക്കെ നോക്കിക്കുന്നത് അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് അവിടെ നമ്മളെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കാൻ അടവുണ്ടാക്കി, ബ്ലേഡ് കാണിച്ച് ഇവനെ കൊണ്ട് പ്രലോഭനം കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുറച്ച് വഴക്കിട്ട് അവനെ പിടിച്ച് ജയിലിലാക്കി, അഹങ്കാരം എനിക്ക് തലയ്ക്ക് മുകളിൽ കയറി ദൈവത്തിരുന്ന് അകന്നു പോകുന്നതാണ് പിശാച് വിചാരിച്ചത്. അത് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്, നീ ദൈവത്തിരുന്ന് അകന്നു പോകാൻ. പക്ഷേ നമ്മൾ നന്മ കൊണ്ട് പിശാചിനെ തോൽപ്പിച്ച് ഇപ്പം അവൻ സ്നേഹത്തിലാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുക. കോയമ്പത്തൂർ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുക. ഹൈന്ദവനാ, അവൻ വരും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തിന്മേനെ നന്മ കൊണ്ട് ജയിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുക. നമ്മൾ സങ്കടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് വിശ്വാസം കുറയും. സങ്കടം, പേടി, ഇതെല്ലാം വിശ്വാസത്തെ കുറയ്ക്കും. വിശ്വാസമാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് എത്താനുള്ളൊരു പാലം. അത് പൊട്ടിക്കരുത്. കൽപ്പനയാണ് ദൈവം പറഞ്ഞിരിക്കുന്ന എപ്പോഴും സന്തോഷമായിരിക്കുക. ഈ ഉത്കണ്ഠയുടെ കാരണം നമുക്ക് തന്നെ തോന്നിയ നമ്മൾ വളർന്നു പോയിന്ന്. ഈ ലോകത്തിൽ വളരുമ്പോഴാണ് ഈ ഉത്കണ്ഠ വരുന്നത്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ചെറിയ കൊച്ച്, അതിന് എപ്പോഴെങ്കിലും ഉത്കണ്ഠയുണ്ടോ? എന്തെങ്കിലും അറിയണ്ട, അടുത്ത നേരം ഭക്ഷണം കിട്ടുക ഇല്ല, അതിനങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. ചെറിയ കാര്യം മതി സന്തോഷമായിട്ടിരിക്കാൻ. വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും, തുള്ളിക്കൊണ്ടിരിക്കും. ഈ ലോകത്തെ നോക്കാറില്ല. അത് നോക്കുന്നത് അടുത്ത് അമ്മയുണ്ടോ അച്ഛനുണ്ടോ, അത് സന്തോഷിക്കാൻ അത് മതി. അതിന് നമ്മൾ എപ്പോഴാണ് ലോകത്തേക്ക് നോക്കുന്നോ അപ്പോഴാണ് നമുക്ക് സങ്കടം വന്നാൽ, പേടി വന്നാൽ. നമ്മുടെ ദൈവം നമ്മളെ കൂടെ ഉണ്ടാ. ദൈവത്തേക്കാണ് നോക്കേണ്ടത്. നമ്മൾ സാഹചര്യങ്ങളെ നോക്കും, അവസ്ഥയെ നോക്കും. ഇപ്പോൾ അമ്മ മാതാവിൽ തന്നെ ഒരേ വചനമാണ്, ഒരേ വാക്കാണ് ഗബ്രിയേൽ മാലാഖ അമ്മയോടും പറഞ്ഞത്, സക്രിയോടും പറഞ്ഞത്. എലിസബത്ത് 6 മാസം ഗർഭമാണെന്ന് പറഞ്ഞ് അത് അമ്മയോട് പറഞ്ഞ് ഇതേ വാക്ക് സക്രിയോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു. പക്ഷെ ഭർത്താവ് നോക്കിയത് ഈ എലിസബത്തിൻ്റെ അവസ്ഥയാണ് നോക്കിയത്, സ്വന്തം ഭാര്യയാണ് നോക്കിയത്. ഇതെങ്ങനെ സാധിക്കും? അവൾക്ക് വയസ്സായി, പിന്നെ എല്ലാ ബലഹീനതയും ഉണ്ട്. ആ വചനത്തെ ഇല്ല ശ്രദ്ധിച്ചത്, വിശ്വസിച്ചത് അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഇത് നിറവേറുന്നത് വരെ നിനക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമ്മളും പലരിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അതാ. നമ്മളെ അവസ്ഥയെ നോക്കും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ബന്ധമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉടമ്പടി തന്നെ, നമ്മൾ ഉടമ്പടിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ ബന്ധമായിട്ട് മാറുക ചെയ്യണം. ഒരു കുടുംബ ബന്ധമാണ്. ദൈവവും ഞാനും ഒരു കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണ്. എൻ്റെ കൂടെയാണ് ദൈവം. അമ്മ ചെയ്തത് എന്താ? അമ്മ
എലിസബത്തിൻ്റെ വയസ്സ് ആ കാര്യമൊക്കെ മറന്ന് അതൊന്നും ശ്രദ്ധിച്ചില്ല. ദൈവവചനം, ദൈവവാക്ക് എന്താ പറഞ്ഞത്? അവൾ 6 മാസം ഗർഭമാണ്. അമ്മ തിടുക്കത്തോടെ അങ്ങോട്ട് പോയി അഭിവാദനം ചെയ്തു. അമ്മ ചോദിക്കുമൊന്നും നിന്നില്ല, നിനക്ക് 6 മാസം ഈ ഗർഭമാണെന്നൊന്നും ചോദിക്കുമൊന്നും നിന്നില്ല. പോയ ഉടനെ എന്താ ചെയ്തത്? അഭിവാദനമാണ് ചെയ്തത്, ഗ്രീറ്റ് ചെയ്ത്. അപ്പം അത് വചനത്തിൽ ഉള്ള വിശ്വാസം, അത് പരിശോധിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. അതെന്താ അത് നമ്മളെ ബുദ്ധി യുക്തി കൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പലർക്കും ഉള്ള പ്രശ്നം ഇതാ, നമ്മൾ ഈ രോഗാവസ്ഥയെ നോക്കും, കടബാധ്യതയെ നോക്കും,